ഫോറൻസിക് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കരിയർ മേഖലയുണ്ട്. ഇപ്പം എന്തെങ്കിലും തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഫ്രോഡുകളെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതുപോലെ തന്നെ അതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ഇനി അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസോ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴത്തേനും നമ്മൾ ഒരുപാട് പ്രൂഫ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടി വരത്തില്ലേ. അപ്പോൾ ഇതൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യുന്ന ഏരിയയിൽ, അതായത് ഒരു ലിറ്റിഗേഷൻ സപ്പോർട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം, അത്തരം മേഖലകളിൽ വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ജോലി ചെയ്യുന്ന ആളുകൾ കൂടുതലായിട്ട് ചെയ്തു വരാറുള്ള കാര്യം. അപ്പോൾ ഈ മേഖലയിലേക്ക് എൻട്രി ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ആദ്യമേ തന്നെ കയറിയിട്ട് ഫോറൻസിക് അക്കൗണ്ടിങ്ങിൽ ഡിഗ്രി ഉണ്ടോ എന്ന് തപ്പിപ്പോവരുത്. ആദ്യം നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കണം. അതായത് ഫൈനാൻസിൻ്റെ മേഖലയിലുള്ള നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഡിഗ്രി പ്രോഗ്രാംസ്, അത് ഈവൻ ഒരു BCom എടുത്താലും മതി. പക്ഷേ നിങ്ങളുടെ ആ മേഖലയെ എക്സ്ട്രീംലി സ്ട്രോങ് ആക്കിയതിന് ശേഷം വേണം നിങ്ങൾ മാസ്റ്റേഴ്സിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. അല്ലെങ്കിൽ ഇതിൻ്റെ തന്നെ ഈ സർട്ടിഫിക്കേഷൻ കോഴ്സുകൾ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെടുത്തിട്ട് നിങ്ങൾ പോവാം. ഇനി അതുപോലെ ഈ പ്രൊഫഷണൽ കോഴ്സുകളില്ലേ, ACCA, പിന്നെ CA, CMA ഇങ്ങനെയൊക്കെയുള്ള കോഴ്സുകൾ, ഇതെല്ലാം പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഈ ഏരിയയിൽ സ്പെഷ്യലൈസ് ചെയ്യാനും സാധിക്കും. അങ്ങനെയാണ് നമുക്ക് ഈ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ മേഖലയിലേക്ക് എത്താൻ പറ്റുക. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.